Hello dear students. The next topic in module 4 is the unicast routing. Unicast routing is also known as one-to-one routing. Okay. Actually unicast routing എന്ന് പറഞ്ഞാൽ എന്താണ്? Unicast means the transmission from a single sender to a single receiver. അല്ലേ, സിംഗിൾ സെൻറ്ററിൽ നിന്നും സിംഗിൾ റിസീവറിലോട്ട് പോകുന്ന ടൈപ്പ് ഓഫ് റൂട്ടിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിക്കാസ്റ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ടിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഒരു പാക്കറ്റിനെ ഒരു സോഴ്സ് നോഡിൽ നിന്നും റൂട്ട് ചെയ്ത് കറക്റ്റ് പാത്ത് ചൂസ് ചെയ്ത് ആ പാത്തിൽ കൂടെ റൂട്ട് ചെയ്ത് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ യൂണിക്കാസ്റ്റ് റൂട്ടിംഗ് മീൻസ് ഫ്രം എ സിംഗിൾ സെർവർ ടു എ സിംഗിൾ സെൻഡർ ടു എ സിംഗിൾ റിസീവർ. ഇറ്റ്സ് എ യൂണിക്കാസ്റ്റ് റൂട്ടിംഗ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. യൂണിക്കാസ്റ്റ് റൂട്ടിങ്ങും ബ്രോഡ്കാസ്റ്റും മൾട്ടികാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. യൂണിക്കാസ്റ്റ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ വൺ ടു വൺ റൂട്ടിംഗ്. ദാറ്റ് മീൻസ് ഒരു സെൻറ്റർ ഉണ്ട്, ഒരു 4 റിസീവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് യൂണിക്കാസ്റ്റ് റൂട്ടിംഗ് ആണെങ്കിൽ. യൂണിക്കാസ്റ്റ് റൂട്ടിംഗ് ഞാൻ പറഞ്ഞു 1-to-1 റൂട്ടിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ത് പറയുക, യൂണിക്കാസ്റ്റ് റൂട്ടിംഗ്. ദാറ്റ് ഈസ് ഫ്രം എ സിംഗിൾ സെൻഡർ ടു എ സിംഗിൾ റിസീവർ. ദെൻ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു സിംഗിൾ സെൻഡർ ഉണ്ട്, ഒരു 4 റിസീവേഴ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് ബ്രോഡ്കാസ്റ്റ്? യെസ്, ബ്രോഡ്കാസ്റ്റ് മീൻസ് നത്തിങ് ബട്ട് one to all. അതാണ് ബ്രോഡ്കാസ്റ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൾട്ടികാസ്റ്റ്. എന്താണ് മൾട്ടികാസ്റ്റ് എന്ന് പറയുന്നത്? മൾട്ടികാസ്റ്റ് എന്ന് പറയുന്നത് 1 to several, 1 to all അല്ല, എല്ലാമല്ല, 1 to several means here also one sender and 4 receivers are there. അപ്പം ഇവിടെ ഇത് this is multicast means 1 to several means എല്ലാ റിസീവേഴ്സിലും പോകത്തില്ല. Several receivers means not to all receivers. Okay, that's the difference between the broadcast and multicast. ജസ്റ്റ് ഞാൻ ഡിഫറൻസ് ഒന്ന് യൂണിക്കാസ്റ്റ് റൂട്ടിങ്ങിൽ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് യൂണിക്കാസ്റ്റും ബ്രോഡ്കാസ്റ്റും മൾട്ടിക്കാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിക്കാസ്റ്റ് റൂട്ടിംഗ് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് എ 1-to-1 റൂട്ടിംഗ്. ദാറ്റ് മീൻസ് ഫ്രം എ സിംഗിൾ സെൻഡർ ടു എ സിംഗിൾ റിസീവർ. Then unicast packet routing, it can be conducted deterministically or adaptively. So what is deterministic routing and what is adaptive routing? Deterministic routing means the communication path is already predetermined or completely determined by the source and the destination addresses. A specific or predefined or uniquely or predetermined path is in advance set ചെയ്ത് വെക്കും. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നെറ്റ്വർക്ക് കണ്ടീഷൻ എന്തെന്നാലും ആദ്യം ഒരു യുണീക്കലി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പാത്ത് സെറ്റ് ചെയ്ത് വെക്കും ഇൻ ദ കേസ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് റൂട്ടിംഗ്. ഓക്കെ, അഡാപ്റ്റീവ് റൂട്ടിംഗ് മീൻസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അഡാപ്റ്റീവ് റൂട്ടിംഗ് മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നെറ്റ്വർക്ക് കണ്ടീഷൻ ആൻഡ് ഓൾട്ടർനേറ്റ് പാത്ത്സ് ആർ പോസിബിൾ. ദാറ്റ് മീൻസ് അഡാപ്റ്റീവ് റൂട്ടിങ്ങിൻ്റെ കേസിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പാത്ത് ഒന്നും സെറ്റ് ചെയ്യത്തില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നെറ്റ്വർക്ക് കണ്ടീഷൻ, the alternate path will be chosen. That is the adaptive routing. Okay, in both types of routing, deadlock-free algorithms are desired. Okay. So, deterministic routing algorithm നമ്മൾ കുറിച്ച് പറഞ്ഞു. യൂണിക്ലി പ്രീഡിറ്റർമൈൻഡ് പാത്ത് സെറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നെറ്റ്വർക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞു. ഇനി ഈ ഡിറ്റർമിനിസ്റ്റിക് റൂട്ടിംഗ് അൽഗോറിതംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ കൺസെപ്റ്റ് കോൾഡ് ഡയമെൻഷൻ ഓർഡർ റൂട്ടിംഗ്. ഓക്കെ, ഓൾ ദ ഡിറ്റർമിനിസ്റ്റിക് റൂട്ടിംഗ് അൽഗോറിതംസ് ദേ ആർ working of the deterministic routing algorithm is based on some concept called dimension order routing. Okay, dimension order routing. ഇനി എന്താണ് ഈ ഡയമെൻഷൻ ഓർഡർ റൂട്ടിംഗ് എന്ന് പറയുന്നത്? ഡിറ്റർമിനിസ്റ്റിക് റൂട്ടിംഗ് അൽഗോറിതംസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ദ വർക്കിംഗ് ഓഫ് ദിസ് റൂട്ടിംഗ് അൽഗോറിതം ഡിപ്പെൻഡ്സ് അപ്പോൺ എ കൺസെപ്റ്റ് കോൾഡ് ഡയമെൻഷൻ ഓർഡർ റൂട്ടിംഗ്. സോ വാട്ട് ഈസ് ദിസ് ഡയമെൻഷൻ ഓർഡർ റൂട്ടിംഗ്? എന്താണ് ഡയമെൻഷൻ ഓർഡർ റൂട്ടിംഗ് എന്ന് പറയുന്നത്? ഡയമെൻഷൻ ഓർഡർ റൂട്ടിംഗ് മീൻസ് ഇറ്റ് റിക്വയർസ് എ സെലക്ഷൻ ഓഫ് സക്സസീവ് ചാനൽസ്
അപ്പോൾ സക്സസീവ് ചാനൽസ് മീൻസ് നമ്മുടെ ഇത് രണ്ട് നോഡാണെങ്കിൽ ഈ നോഡ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഇതിനെയാണ് സക്സസീവ് ചാനൽസ് എന്ന് പറയുന്നത്. സോ അപ്പം ഇങ്ങനെ ഉള്ള സക്സസീവ് ചാനൽസ് നമ്മൾ ചൂസ് ചെയ്യുക. റിക്വയർസ് സെലക്ഷൻ ഓഫ് സക്സസീവ് ചാനൽസ് എന്തിനു വേണ്ടിയിട്ട്? ടു ഫോളോ എ സ്പെസിഫിക് ഓർഡർ, ഒരു സ്പെസിഫിക് ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ആ ഓർഡർ ഫോളോ ചെയ്യണം? ബേസ്ഡ് ഓൺ ദ ഡയമെൻഷൻ ഓഫ് എ മൾട്ടി ഡയമെൻഷണൽ നെറ്റ്വർക്ക്. ഒരു മൾട്ടി ഡയമെൻഷണൽ നെറ്റ്വർക്കിൻ്റെ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടാണ് സക്സസീവ് ചാനൽസ് നമ്മൾ സെലക്ട് ചെയ്യണം ഇൻ ഓർഡർ ടു ഫോളോ എ സ്പെസിഫിക് ഓർഡർ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ഇസ് നോൺ എസ് ഡയമെൻഷൻ ഓർഡർ റൂട്ടിംഗ്. ഡയമെൻഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഓർഡർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. Okay, but the two types of deterministic routing algorithms based on dimension routing or dimension order routing are E-cube routing and XY routing. We will be discussing the both types of deterministic routing algorithms, that is E-cube routing and XY routing. E-cube routing, it is the scheme used in for hypercube or n-cube networks. We will be using this routing E-cube. And in case of the dimensional two-dimensional mesh network, we will be using XY routing. Okay, E-cube routing and XY routing. അപ്പോൾ രണ്ട് type of routing algorithms നമ്മൾ പഠിക്കുന്നത് E-cube routing and XY routing. E-cube routing is possible for the hypercube or the n-cube networks, and XY routings are designed for the 2D mesh network. Okay, അപ്പം ഇതിൽ ടു ഡയമെൻഷൻ മെഷ് നെറ്റ്വർക്കിൻ്റെ അകത്ത് XY റൂട്ടിംഗ് ആണ്. XY റൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ മനസ്സിലാക്കാം ഹാവിങ് ഓൺലി 2 dimensions X and Y. അപ്പോൾ ഹൈപ്പർ ക്യൂബ് അല്ലെങ്കിൽ ബൈനറി n-ക്യൂബ് നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ മേ ബി 2 dimension or 3 dimension or 4 dimension etc. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ E-cube റൂട്ടിംഗ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു 4 ക്യൂബ് നെറ്റ്വർക്ക്സ് ആണ് ചോദിക്കുന്നത്, അതായത് 4 ഡയമെൻഷൻ നെറ്റ്വർക്ക്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 4 ഡയമെൻഷൻ നെറ്റ്വർക്ക് അല്ല, നമ്മൾ 4 ഡയമെൻഷൻ നെറ്റ്വർക്ക് തന്നിട്ട് വി നീഡ് ടു ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ നോഡ് വിൽ ബി ഗിവൺ ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഫ്രം ദ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ E-cube routing is very important topic. Okay. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈപ്പർ ക്യൂബ് റൂട്ടിംഗ് ഫംഗ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഒരു 3 ക്യൂബ് റൂട്ടിംഗ് ആണ്, ബൈനറി 3 ക്യൂബ് റൂട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ക്യൂബ് റൂട്ടിംഗ് ആകുമ്പോഴത്തേക്കും 3 ക്യൂബ് റൂട്ടിംഗ് ആകുമ്പോഴത്തേക്കും സ്മോൾ n is equal to 3. That is 2 raised to n nodes പറ്റും. That is 2 raised to 3 which is equal to 8 nodes പറ്റും. 8 നോട്ട്സ് എന്നാണ് ഈ ക്യൂബിൻ്റെ വേർട്ടിസസ് ആണ് നോട്ട്സ് എന്ന് പറയുന്നത്. ക്യൂബിൻ്റെ വേർട്ടിസസ് ആണ് നോട്ട്സ്. സോ ഹൗ മെനി വേർട്ടിസസ് ആർ ദ 8 വേർട്ടിസസ്. സോ അതിനെ ബൈനറി 3 ക്യൂബ് എന്ന് പറയുന്നത്. ബൈനറി 3 ക്യൂബ് എന്ന് പറയുമ്പോൾ ഹാവിങ് 8 വേർട്ടിസസ്. 8 വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ 8 നോട്ട്സ് ആണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് നോട്ട്സ് മീൻസ് വാട്ട് സിംപ്ലി ദ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സാണ് ഈ ഓരോ വേർട്ടിസസിൽ ഇരിക്കുന്നത്. ആ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ നെറ്റ്വർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 ക്യൂബ് നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പം റെപ്രസെൻറ്റഡ് ആസ് നോക്കിക്കേ, 3 ക്യൂബ് നെറ്റ്വർക്ക് നിങ്ങൾ വരയ്ക്കുന്നത് സിമ്പിളാണ്. 0 1. അപ്പം ഈ രണ്ട് നോഡും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒരു ബിറ്റ് ഡിഫർ ചെയ്ത് വരാവുള്ളൂ. ഒരു ബിറ്റ് മീൻസ് 0 0. ഇവിടെ കണ്ടോ LSB, ഇത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിഫർ ചെയ്യുന്നുള്ളൂ. അതേപോലെ നിങ്ങൾ ഏതൊരു ഇത് നോക്കിയാലും ഈ ഒരു ഇത് നോക്കിക്കേ, ഈ ഒരു ചാനൽ നോക്കുവാണെങ്കിൽ ഡിഫർ ബൈ ഇത് മാത്രമേ ഡിഫർ ചെയ്യുന്നുള്ളൂ. അതും ഇത് നോക്കിക്കേ, ഇത് വെച്ച് വരുമ്പോഴത്തേക്കും 0, ഇത് മാത്രമേ ഡിഫർ ചെയ്യുന്നുള്ളൂ. ഇതും 0ഉം 1ഉം. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ 0ഉം 1. അപ്പോൾ അങ്ങനെ വരയ്ക്കാനായിട്ട് സിമ്പിളാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് പറയാം. റൂട്ടിംഗ് ബൈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് C0 വെച്ചിട്ട് റൂട്ടിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. 0ഉം 1ഉം ഒരു ബിറ്റ് വെച്ചിട്ട് ഡിഫർ ചെയ്യുന്നു. ഇവിടെയും 0ഉം 1 ഒരു ബിറ്റ് വെച്ചിട്ട്, ഇവിടെയും 0 1, ഇവിടെ 0 1 ഒരു ബിറ്റ് വെച്ചിട്ട് ഡിഫർ ചെയ്യുന്നു. ഇനി C1 മീൻസ് മിഡിൽ ബിറ്റ് വെച്ചിട്ട് ഡിഫർ ചെയ്യുന്നു, മിഡിൽ ബിറ്റ്. ഓക്കെ,
മിഡിൽ ബിറ്റ് വെച്ചിട്ട് അത് C1 വെച്ചിട്ട് ഡിഫർ ചെയ്യുന്നു. C1 വെച്ച് ഡിഫർ ചെയ്യുന്നത് 0യും 1ഉം. ഇവിടെ 0യും 1ഉം, ഹിയർ 0 1, ഹിയർ 0 1. മിഡിൽ ബിറ്റ് മാത്രമേ ഡിഫറെൻ്റ് ആവുന്നുള്ളൂ. ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് C2 വെച്ച് മാത്രമേ ഡിഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ വരും റൂട്ടിങ്? സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇവിടെ 0, ഇവിടെ 1. ഓക്കെ, അപ്പോൾ അത് ആ ഒരു റൂട്ടിംഗ് ആണ് ഹൈപ്പർ ക്യൂബ് റൂട്ടിംഗ് ഫംഗ്ഷൻ 3 ക്യൂബ് നെറ്റ്വർക്കിൽ ആ റൂട്ടിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു 3 ക്യൂബ് നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഹൈപ്പർ ക്യൂബ് റൂട്ടിംഗ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇ ക്യൂബ് റൂട്ടിങ്ങും XY റൂട്ടിങ്ങും നോക്കും. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വിൽ ബി ഡിസ്കസിങ് ഇ ക്യൂബ് റൂട്ടിംഗ്. ഓക്കെ.